എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ചില ആളുകളെ കാണാറില്ലേ, എത്ര വലിയ പ്രശ്നങ്ങൾ വന്നാലും അവരെപ്പോഴും കൂളായിരിക്കും, നല്ല ശാന്തരായിരിക്കും. അപ്പോൾ അവരുടെ ആ ഒരു സ്വഭാവത്തിന് പിന്നിൽ എന്താണ്, അതിൻ്റെ ആ ഒരു ആത്മീയ രഹസ്യം എന്താണെന്ന് നമുക്ക് ഇസ്ലാമിക പാരമ്പര്യത്തിന്റെ വെളിച്ചത്തിൽ ഒന്ന് നോക്കാം. അപ്പോൾ ഈയൊരു ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ നമുക്ക് ചരിത്രത്തിലേക്കൊന്ന് പോകാം. മക്കയിലെ ആദ്യകാല മുസ്ലിങ്ങളെക്കുറിച്ച് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വന്നിട്ടും അവർ ഭയങ്കര ശാന്തരായിരുന്നു. എന്തായിരിക്കും അതിൻ്റെ കാരണം? ഇന്ന് നമ്മൾ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഈ സംയമനത്തിന്റെ രഹസ്യം എന്താണെന്ന് നമ്മൾ പരിശോധിക്കും. പിന്നെ അവർക്ക് എവിടെ നിന്നാണ് ഈ ശക്തി കിട്ടിയതെന്ന് കണ്ടെത്തും. നമ്മുടെ വീടിനിതിൽ എന്ത് പങ്കുണ്ടെന്നും രാത്രിയിലെ പ്രാർത്ഥനയെപ്പറ്റിയും നമ്മൾ സംസാരിക്കും. അവസാനം ഈ സ്വകാര്യ ജീവിതം നമ്മുടെ പൊതുജീവിതത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്നും നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. എന്തായിരുന്നു ആ ആദ്യകാല വിശ്വാസികളുടെ ആ ഒരു അസാധാരണമായ ശാന്തതയ്ക്ക് പിന്നിലെ രഹസ്യം? ഒന്ന് ചിന്തിച്ചു നോക്കൂ. മക്കയില് ആദ്യകാല മുസ്ലിങ്ങള് ഒരുപാട് പീഡനങ്ങൾ നേരിടുന്നുണ്ടായിരുന്നു. എന്നിട്ടും അവർക്കിടയിൽ ഒരു പ്രത്യേകതരം സമാധാനം കാണാമായിരുന്നു. അത് കണ്ടിട്ട് ചുറ്റുമുള്ളവർക്ക് ശരിക്കും അതിശയായി. അവർ ചിന്തിച്ചു, ഇവർക്ക് എവിടുന്ന് എത്ര ധൈര്യവും സമാധാനവും കിട്ടുന്നത്? അപ്പോ എന്തായിരുന്നു അവരുടെ ആ രഹസ്യം? ആ ഒരു ശക്തിയുടെ ഉറവിടം എവിടെയായിരുന്നു? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അതിന്റെ ഉത്തരം ഖുർആനിലെ ഈ ഒരു വചനത്തിലുണ്ട്. സൂറത്തുൽ ഫുർഖാനിലെ 64-ാം വചനം. അവർ തങ്ങളുടെ രക്ഷിതാവിനെ പ്രണാമം ചെയ്യുന്നവരായും നിന്നും രാത്രി കഴിച്ചുകൂട്ടുന്നവരുമാകുന്നു. അപ്പോൾ ഇതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ആ ശക്തിയുടെ ഉറവിടം അവരുടെ പബ്ലിക് ലൈഫിലല്ല, മറിച്ച് ദൈവവുമായുള്ള ആ ഒരു പ്രൈവറ്റ് നിമിഷങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു അറബി വാക്ക് ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്. യബീത്തൂൻ. ഈ വാക്കിന് നമ്മൾ വിചാരിക്കുന്നതിലും ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട്. വെറുതെ രാത്രി ചെലവഴിക്കുക എന്നല്ല അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യബീത്തൂൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായി ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുക. അത് സമൂഹത്തിൽ നിന്ന് ഒളിച്ചോടുന്നതല്ല, മറിച്ച് മനഃപൂർവ്വം തിരഞ്ഞെടുക്കുന്ന ഒരു ഏകാന്തതയാണ്. ദുആയിലൂടെ, അതായത് പ്രാർത്ഥനയിലൂടെ ദൈവത്തോട് സംസാരിക്കുന്നതിൽ ഒരു സന്തോഷം കണ്ടെത്തുക, ചുറ്റുമുള്ള ബഹളങ്ങളിൽ നിന്നും മാറി ശാന്തമായി ചിന്തിക്കാൻ ഇഷ്ടപ്പെടുക. ഇതാണ് ആ വാക്കിന്റെ ഒരു സത്ത. അപ്പോൾ ഈ സ്വകാര്യമായ ആരാധന അത് നടക്കുന്ന സ്ഥലത്തെ തന്നെ മാറ്റിമറിക്കും. നമ്മുടെ വീട് എങ്ങനെയൊരു പുണ്യസ്ഥലമായി മാറുന്നു എന്ന് നോക്കാം. വീടിന്റെ ആത്മീയ അവസ്ഥയെക്കുറിച്ച് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ വീടുകളെ ശവകുടീരങ്ങളാക്കരുത് എന്ന്. എന്താ അതിന്റെ അർത്ഥം? പ്രാർത്ഥനയും ഖുർആൻ പാരായണവുമില്ലാതെ ഇരുട്ട് നിറഞ്ഞ ആത്മീയമായി ശൂന്യമായ ഒരിടം. നേരെ മറിച്ച് രാത്രിയിലെ പ്രാർത്ഥന കൊണ്ട് വീട് പ്രകാശപൂരിതമാകും. അതൊരു അനുഗ്രഹം നിറഞ്ഞ പുണ്യസ്ഥലമായി മാറും. അബൂ ഹുറൈറയുടെ ഈയൊരു വാക്ക് നോക്കൂ. ഒരാളുടെ രാത്രിയിലെ പ്രാർത്ഥനയാണ് വീടുകളെ പ്രകാശപൂരിതമാക്കുന്നത്. പ്രകാശമില്ലാത്തൊരു വീടുകൊണ്ട് എന്തു പ്രയോജനം? ശരിയല്ലേ? നമ്മുടെ സ്വകാര്യമായ ആരാധനയാണ് ആത്മീയമായ വെളിച്ചം കൊണ്ടുവരുന്നത്. അത് നമ്മുടെ ചെറിയ വീടിനെപ്പോലും വിശാലവും അനുഗ്രഹം നിറഞ്ഞതുമാക്കി മാറ്റും. അപ്പോൾ ഈ രാത്രിയിലെ പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ചിലർക്കതൊരു വലിയ കാര്യമായി തോന്നാം. പക്ഷേ അതങ്ങനെയല്ല. നമുക്കിതിനെ ഒന്ന് ലളിതമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇസ്ലാമിന്റെ ആദ്യത്തെ 13 വർഷം, അതായത് മക്കയിൽ, ഈ രാത്രിയിലെ പ്രാർത്ഥന നിർബന്ധമായിരുന്നു. അന്നതാണ് പ്രധാന ആരാധന. മറ്റ് നിയമങ്ങളൊക്കെ വരുന്നതിനു മുൻപ് ആദ്യകാല വിശ്വാസികളുടെ ആത്മീയ അടിത്തറ പാകിയത് ഈ പ്രാർത്ഥനയാണ്. പിന്നീട് മദീനയിലെത്തിയ ശേഷമാണിത് ഐച്ഛികമായത്. അപ്പോൾ പള്ളികളൊക്കെ വരുന്നതിന് മുൻപുള്ള ഇസ്ലാമിൻ്റെ ഒരു ചിത്രമെന്ന് പറയുന്നത് സ്വന്തം വീട്ടിൻ്റെ ഒരു മൂലയിൽ രാത്രി തനിച്ചു നിന്ന് പ്രാർത്ഥിക്കുന്ന ഒരാളുടേതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തുടങ്ങാം? വളരെ സിമ്പിളാണ്. ഒന്നാമതായി, ഇശാ നമസ്കാരം പള്ളിയിൽ വെച്ച് ജമാഅത്തായി നമസ്കരിക്കാൻ ശ്രമിക്കുക. അതിന് രാത്രിയുടെ പകുതി നമസ്കരിച്ച പ്രതിഫലമുണ്ട്. രണ്ടാമതായി, ഉറങ്ങുന്നതിന് തൊട്ടുമുൻപ് ഒരു 2 റക്അത്ത് സുന്നത്ത് നമസ്കരിക്കുക. അത്രേ വേണ്ടൂ. പിന്നെ ആ നമസ്കാരത്തിലെ സുജൂദിൽ നിങ്ങളുടെ രക്ഷിതാവിനോട് മനസ്സ് തുറന്ന് സംസാരിക്കുക. അതിലൊരു സന്തോഷം കണ്ടെത്തുക. ഈ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം സുജൂദാണ്. അതായത് നമ്മൾ നെറ്റി നിലത്ത് വയ്ക്കുന്ന ആ ഒരു നിമിഷം. അപ്പോഴാണ് നമ്മൾ ദൈവത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത്, നമ്മുടെ വിനയം പൂർണ്ണമായി പ്രകടിപ്പിക്കുന്നത്. നമ്മുടെ വേദനകൾക്ക് ആശ്വാസം കിട്ടാനും സ്ട്രെസ് കുറയാനും ദൈവത്തിന്റെ അടുക്കൽ നമ്മുടെ സ്ഥാനം ഉയരാനുമൊക്കെ കാരണമാകുന്ന ഒന്നാണ് ഈ സുജൂദ്. ശരി, അപ്പോൾ നമ്മുടെ അവസാന ഭാഗത്തേക്ക് കടക്കാം. ഇത്രയും സ്വകാര്യമായൊരു കാര്യം നമ്മുടെ പൊതുജീവിതത്തെയും സ്വഭാവത്തെയും എങ്ങനെയാണ് സ്വാധീനിക്കുന്നത് എന്ന് നോക്കാം. വിനയത്തെ നമുക്ക് രണ്ടായിട്ട് കാണാം. ഒന്ന്, ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ളത്. മറ്റുള്ളവരുടെ പ്രശംസ കിട്ടാൻ വേണ്ടി നമ്മൾ അഭിനയിക്കുന്നത്. അതിൽ ആത്മാർത്ഥത കുറവായിരിക്കും. എന്നാൽ രണ്ടാമത്തേത് അങ്ങനെയല്ല. അത് നമ്മുടെ ആത്മാവിൽ നിന്ന് വരുന്നതാണ്. ദൈവത്തിനു മുന്നിൽ നമ്മൾ കാണിക്കുന്ന വിനയത്തിന്റെ ഒരു ഭാഗമായി നമ്മുടെ ജീവിതത്തിൽ വരുന്നതാണത്.
അതിനു പിന്നിൽ ദൈവവുമായുള്ള ആ ഒരു സ്വകാര്യ ബന്ധത്തിന്റെ ശക്തിയുണ്ട്. പ്രവാചകന്റെ ഈ വാക്ക് നോക്കൂ, ഒരു വിശ്വാസിയുടെ ആദരവ് രാത്രിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതിലാണ്, അവന്റെ അന്തസ്സ് ജനങ്ങളെ ആശ്രയിക്കാതിരിക്കുന്നതിലാണ്. ഇത് വളരെ വ്യക്തമാണല്ലേ? നമ്മുടെ സ്വകാര്യ ജീവിതത്തിലെ ആരാധനയാണ് പൊതുജീവിതത്തിൽ നമുക്ക് ആദരവ് നേടിത്തരുന്നത്. നിങ്ങൾ ദൈവവുമായി അങ്ങനെയൊരു സ്വകാര്യ ബന്ധം വളർത്തിയെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ മറ്റെല്ലാ കാര്യങ്ങൾക്കും ഒരു പുതിയ കാഴ്ചപ്പാട് വരും. സുഹൃത്തുക്കൾ, ജോലി, പണം, ദിവസവും നമ്മളെ അലട്ടുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇതിനെയെല്ലാം ശരിയായ രീതിയിൽ കാണാൻ നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അശാന്തമായ സ്വഭാവം ഒരു മാന്ത്രിക വിദ്യയൊന്നുമല്ല, അത് എവിടെ നിന്നോ കിട്ടുന്നതുമല്ല. അത് ഓരോ രാത്രിയും തങ്ങളുടെ വീടിന്റെ സ്വകാര്യതയിൽ ദൈവവുമായുള്ള സംഭാഷണത്തിലൂടെ അവർ സ്വയം നേടിയെടുക്കുന്നതാണ്. അപ്പോൾ ചോദ്യം ഇതാണ്: ഇന്ന് രാത്രി നിങ്ങളുടെ വീടിനെ നിങ്ങൾ എങ്ങനെ പ്രകാശപൂരിതമാക്കും?